ചെയ്യാൻ പറ്റി. RD ഓടിച്ചപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RX പോലെ നമുക്ക് പെട്ടെന്ന് 4 ഗിയർ മാറിയിട്ട് പതുക്കെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ RDയിൽ പറ്റില്ല. പ്രത്യേകിച്ച് RD എന്ന് പറഞ്ഞാൽ RXനേക്കാൾ ഒരു 3 ഇരട്ടി പവർ കൂടുതലുണ്ട്. RDയിൽ ഓരോ ഗിയറിനും അതിൻ്റേതായ സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റൂ. അല്ലാതെ RX പോലെ നമുക്ക് വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ ഓടിക്കുന്ന കാര്യം RDയിൽ പാടാണ്. പിന്നെ ഇതിൻ്റെ ടയറുകളൊക്കെ വളരെ വലുതായതുകൊണ്ട് RXനേക്കാളും ഇതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ RD ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. RDയുടെ ഈ ഒരു മുരൾച്ച പോലൊരു സൗണ്ടും, ഈ സൗണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ നമുക്ക് ഈ റോഡിൽ നിന്ന് കിട്ടുന്ന ഒരു അറ്റൻഷൻ RXനേക്കാളും ഒരു മിനിമം ഒരു 5 ഇരട്ടി കൂടുതൽ അറ്റൻഷനെങ്കിലും നമുക്ക് റോഡിൽ നിന്ന് കിട്ടും RD ഓടിക്കുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഉള്ളിലൊരു ഫീലിംഗ്, നമ്മൾ RD ആണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ്. ഇതൊക്കെയാണ് RD ഓടിക്കുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ